ബോഡി ഷേപ്പ് ഒക്കെ നോക്കിയാൽ നിങ്ങൾ കിട്ടില്ല. ബായ് ഫസ്റ്റ് ഇന്റീരിയർ തുറന്ന് കയറുകയാണ്. ഇതാണ് വണ്ടിൻ്റെ ഇന്റീരിയർ നോക്കിക്കോട്ടാ. 1:40 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 1:30 വരെ 24 ഒരു സർവീസും ഉണ്ട്. ഓടിച്ചിട്ടും എല്ലാ എക്സ്പീരിയൻസും ഉണ്ട്. മസ്റ്റായിട്ട് വീഡിയോ കാണാൻ കിട്ടല വണ്ടി കേട്ടോ. നല്ല വണ്ടിയാണ്. നമ്മൾ അത്ര നല്ല വണ്ടികൾ മാത്രമേ ഇറക്കുള്ളൂ. 2.8 ഓട്ടോമാറ്റിക്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ ഉഷാറല്ലേ? അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നാഗരാജ പാർക്കിംഗ് ബാംഗ്ലൂരാണ്. ഇപ്പോൾ ബാംഗ്ലൂരത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ഇതുള്ളത്. അപ്പോൾ ഇന്നേതാ നമുക്കൊരു വണ്ടി ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ 2017 ക്രിസ്റ്റ വന്നിട്ടുണ്ട്. ഒരു സിംഗിൾ ഓണർ കിളിക്കുഞ്ഞ ഐറ്റം. ഇന്നലെ പറഞ്ഞ പോലത്തെ ഒരു കിളിന ഐറ്റമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളൂ. ഇന്നലെ നമ്മൾ വന്നിട്ടുണ്ട്. ഇന്നലെ 4 ദിവസമായിട്ട് ഇന്നലത്തെ കാര്യം പറഞ്ഞു. ഇന്നലെ നമ്മൾ വന്നത് ബൈക്കിനാണ്, മൈസൂരറ്റം. കാരണം 4 ദിവസമായിട്ട് നമ്മൾ 2 ദിവസമായി വണ്ടി ഇറങ്ങിയിട്ട് 4 ദിവസമായിട്ട് ബസ്സില്ല. ബസ്സിന് ടിക്കറ്റോ കാര്യങ്ങളോ ട്രെയിനോ ഒന്നുമില്ല. കാരണം സീസണാണല്ലോ. കാരണം ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളും കഴിഞ്ഞ് ക്രിസ്മസ് ലീവ്, ന്യൂ ഇയർ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നാട്ടിൽ കൊണ്ട് തിരക്കാണ്ട് ബസ്സൊന്നുമില്ല. അപ്പോൾ നമ്മളെന്താ നമ്മളെ കമ്പനിക്കാരൻ എന്തായാലും ബാംഗ്ലൂർ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളുണ്ട്. പോകാനും ടിക്കറ്റിലാണപ്പോൾ ഓന്താട്ടി അവൻ്റെ ബൈക്ക് എടുത്ത് പോരാട്ടി. ബൈക്ക് എടുത്ത് പോകുന്ന ഒരു 100-150 കിലോമീറ്റർ ആയിട്ട് മൈസൂർ എത്തിയപ്പോൾ ചർച്ച. അപ്പോൾ നമ്മളെന്താട്ടി അവിടെ നേരെ ബസ് കയറി. ബൈക്ക് അവൻ്റെ റൂമിൽ, ഓനെ മൈസൂർ പഠിച്ചത്. അപ്പോൾ അവൻ്റെ റൂമിൽ നിർത്തിയാണ് അവിടെ നിന്ന് ബസ് കയറി. അങ്ങനെ നമ്മൾ ഓൻ്റെ ഇന്നലെ രാത്രി മൈസൂരിന് ബസ് കയറി ബാംഗ്ലൂർ പോയി മടിവാള സ്റ്റേ ചെയ്ത്. എന്നിട്ടിപ്പോൾ നമ്മളിപ്പോൾ മെട്രോ കയറി, മലയാളം നിന്ന് മെട്രോ കയറി. ഇപ്പം നമ്മൾ നാഗരാജ പാർക്കിങ്ങിലുണ്ട്. പിന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ. എന്നും നമ്മൾ അതുവരെ മെട്രോ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യല്, അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ 100 രൂപ എടുത്ത് പോലല്ലേ. ഇന്നൊരു വെറൈറ്റിക്ക് വേണമെങ്കിൽ ഊബറിൽ വെച്ച് നോക്കി 50 രൂപേനെ മാറ്റം. ചങ്ങായിമാരെ 50 രൂപേനെ മാറ്റം. അപ്പം പിടിച്ചില്ല, ഇനി ഫുള്ളതാ. അങ്ങനെ ഓരോ ആക്ടിങ് ഇങ്ങനെ അൺലോക്കായി വരികയാണ്. അപ്പോൾ മാഷാഅല്ലാഹ് നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ബായിനെ വെയിറ്റ് ചെയ്യാണ്. ഒപ്പ് വരാറുണ്ട്, ചായ എടുത്തിട്ട് ഉപ്പ് വരാറുണ്ട്. വണ്ടീൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, വണ്ടി ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോളിട്ടോ. ഇതാണ് നമ്മളെ വണ്ടി, ക്രിസ്റ്റ 2017 സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ഫുള്ള് വീഡിയോ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ടേ എടുത്തരാം. സൺറൈസ് ശ്യാം കാർ ട്രാൻസ്പോർട്ടേഷനാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെയാണ്. മാഷാഅല്ലാഹ് അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ബഡ്ഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കോൺടാക്ട് ചെയ്യാൻ തരാം. പുറത്തുനിന്ന് വണ്ടി ഇറക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അപ്പോൾ ഒരു ക്രിസ്റ്റ വന്നിട്ടുണ്ട്. ക്രിസ്റ്റ എന്ന് കൊണ്ടുവരാൻ വരുമ്പോഴും നമുക്ക് കൂടല്ല, എന്നും കൂടല്ല, ചെക്കന്മാരുള്ള. അപ്പം ഇന്ന് വെറൈറ്റിക്ക് നമുക്ക് ക്രിസ്റ്റ കൊണ്ടുവരാൻ തന്നെ നമ്മൾ തന്നെ പോകുന്നത്. അപ്പം നമ്മളെ അക്ഷയ് എത്തിയിട്ടുണ്ട്. അക്ഷയ്, ഹായ്. ദിസ് ഈസ് മൈ വ്ളോഗ്. ഓക്കെ, സേ ഹായ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ വണ്ടി. ഓക്കെ, അപ്പോൾ വണ്ടി പുറത്തേക്ക് എടുത്തിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓടിച്ചിട്ടും എല്ലാ എക്സ്പീരിയൻസും ഉണ്ട്. മസ്റ്റായിട്ട് വീഡിയോ കാണാൻ കിട്ടലാൻ വണ്ടി കേട്ടോ. അപ്പോൾ 24 ഒരു സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ വീഡിയോ കാണിച്ചു കേട്ടോ. ബായ് ഫസ്റ്റ് ഇന്റീരിയർ തുറന്ന് കയറുകയാണ്. ഇതാണ് വണ്ടീൻ്റെ ഇന്റീരിയർ നോക്കിക്കോ കേട്ടോ. കിട്ടിലെ ഇന്റീരിയറൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. വണ്ടികൾ കണ്ടോളി. ക്രിസ്റ്റ തപ്പുണ്ടെങ്കിൽ ഒരു 17 ക്രിസ്റ്റ ബ്രോൺസ് കളർ തപ്പുണ്ടെങ്കിൽ കണ്ടോളി. നല്ല വണ്ടിയാണ്. നമ്മൾ അത്ര നല്ല വണ്ടികൾ മാത്രമേ ഇറക്കുള്ളൂ. 2.8 ഓട്ടോമാറ്റിക്. 17 സൈസ് വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം, ബാക്കി ഞാൻ കാണിച്ചു തരാം. വീഡിയോകൾ കണ്ടോളി കേട്ടോ. ഞാൻ പറയട്ടെ, ഇത് യൂസ് ചെയ്ത മനസ്സിലാണ് അത്രയും അടിപൊളി പക്കാ മനസ്സിലാണ് തോന്നുന്നത്. കാരണം അത്രയും നീറ്റിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. സെറ്റപ്പ് നോക്കിക്കോളി. ബോഡി ഷേപ്പൊക്കെ നോക്കിയാൽ നിങ്ങൾ കിട്ടില്ല പറഞ്ഞാൽ കിട്ടില്ല. ഓ മാഷാഅല്ലാഹ് അടിപൊളി വണ്ടി. ഗാഡി ക്യാ അച്ഛാ ഹൈ? ഓക്കെ. ഓന് പിന്നെ അല്ല അച്ഛക്കാരൻ. അതൊക്കെ ഇന്റീരിയർ നോക്കിയാണ്. ഓ ഇത്ര നീറ്റുള്ള ഇന്റീരിയർ വന്നിക്കണോ. അവിടുന്ന് വരുന്ന കണ്ടീഷനാണ് ആലോചിച്ചത്. HR നിന്ന് വരുന്ന, ഹരിയാനയിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. അതിൻ്റെ ഇന്റീരിയർ നോക്കി നിങ്ങൾ. മാഷാഅല്ലാഹ് അടിപൊളി. സീറ്റ് കവറൊക്കെ ഒരു രക്ഷയില്ല. ഇതാണ് ഈ അവിടുത്തെ സീറ്റ് കവറിൻ്റെ ഒരു പ്രത്യേകത. അടിപൊളി കാരണം. അപ്പോൾ ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടുതരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് എന്നിട്ട് വീഡിയോ ഇട്ടുതരാം. ഒന്ന് കാണിയിട്ട് നിങ്ങൾ ഫുള്ള് കാണണം, മറക്കല്ലേ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ 2017 മോഡൽ ക്രിസ്റ്റ 2.8 ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടി. G4+ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിൻ്റെ 17 ഇഞ്ച് വീല് വരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയർ നോക്കിയിട്ടോ, GXൻ്റെ മാറ്റ് 4D മാറ്റൊക്കെ വരുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ വരുമ്പോൾ ഇൻറ്റീരിയർ ഒന്നും ഒരു രക്ഷയില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ കണ്ടീഷനാണ് വണ്ടിയുള്ളത്. ഓക്കെ, GXൻ്റെ മാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ 4D മാറ്റൊക്കെ വരുമ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള ടീം യൂസ് ചെയ്തുകൊണ്ടാണ്. കാരണം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഒരു 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24 വരെ കമ്പനി സർവീസ് ഉണ്ട്. 1:30 വരെ 16 കിലോമീറ്റർ സർവീസ് ഇനിയിപ്പോൾ ചെയ്യുക. ഓക്കെ, എടുത്തിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യുക. നമ്മൾ ചെയ്തുതരാം. ഇതിൻ്റെ ഹിസ്റ്ററി വേണമെങ്കിൽ എടുത്തോളി. HR 02 AN 0012. അപ്പോൾ വണ്ടി കണ്ടോളി, പക്കാ കണ്ടീഷനാണ്. അതുപോലെ അച്ഛാ ഗുഡ് കണ്ടീഷനേ.
വെരി ഓക്കെ ഓക്കെ. മിയ കണ്ടീഷനാണ് മൂപ്പര് പറഞ്ഞത്. നമ്മളെ പാർക്കിങ്ങിൽ കീ തന്നെ ബായിയാണ്. അപ്പോൾ ഫ്രണ്ട് ഏരിയ ഒക്കെ നോക്കിക്കോ കേട്ടോ, നല്ല കണ്ടീഷനിലെ ഫ്രണ്ട് ഏരിയ കാര്യങ്ങൾ. അത് വാഷ് ചെയ്തപ്പോൾ പൊടി മാത്രമേ ഉള്ളൂ, ടച്ച് ആൻഡ് പോളിഷ് പോലും ചെയ്യാണ്ടാവില്ല. ഇങ്ങനെ വേണമെങ്കിൽ പോളിഷ് ചെയ്ത് കൊണ്ടെടുക്കുക. ചെറിയ ചെറിയ ഡോട്ട്, ഇവിടെ ഡോട്ട്, പിന്നെ എവിടെയോ ഞാൻ ചെറിയ ഡോട്ട് ഉണ്ടേനി, അതാ ഇവിടെ ചെറിയൊരു എന്താ അത് കറിയിക്കണേ, എന്താ പെയിൻറ്റ് വയ്ക്കണേ. അല്ലാതെ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ അത്രയും അടിപൊളി വണ്ടി. നോക്കിയാണ് നിങ്ങൾ ബാക്ക് ഒക്കെയാണ് 2.8 ബാഡ്ജിങ് വരുന്നുണ്ട്. G4 ആണ്, GX Plus ആട്ടോ, G4 Plus. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ വീല് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, സെഡിൻ്റെ വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സെഡിൻ്റെ ബാഡ്ജിങ് മാറ്റിച്ചാൽ ആരും അറിയില്ല, അത്ര അടിപൊളി. GX Plus ആണ്. കൺട്രോൾ സ്വിച്ചസും കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗുമേ. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ വൃത്തിയൊക്കെയാണ് നിങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. 1:40 ഓട്ടം കേട്ടോ, മീറ്ററിലേക്ക് 1:40 ഓട്ടം, കറക്റ്റ് ഓട്ടമുള്ള വണ്ടിയാണ്. മീറ്റർ ശ്രദ്ധിച്ചോ കേട്ടോ, മീറ്ററിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം വണ്ടി തിരിച്ചാണ് മറിച്ചാണെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വേണ്ട. പിന്നെ മീറ്റർ നോക്കിക്കോളി, 1,40,000 കിലോമീറ്റർ ഇവിടെ 1:40 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 1:30 വരെ 24 വരെ സർവീസും ഉണ്ട്. പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ, പേപ്പറൊക്കെ ഉണ്ടാവും ഇതിൽ. കാരണം നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ എന്തൊക്കെയുണ്ട് നോക്കട്ടെ, നമുക്ക് നോക്കാം. പിന്നെ സ്പൂണൊക്കെയാണ്. അതാണ് മൊത്തത്തിൽ വണ്ടിൻ്റെ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല. G4 ഞാൻ പറയാം, 5D മാറ്റ്, GX-ൻ്റെ 5D മാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ ഒരു വണ്ടിയിൽ കാണാത്തതാണ്. ഇതിനൊരു ഫ്ലോർ മാറ്റും കൂടെ വിരിച്ചിട്ട് ഇതൊന്ന് വൃത്തിയാക്കിയാണല്ലോ, കമ്പാവും, സെറ്റാവും സാധനം. റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ, അത് മെയിൻലി പറയാനുള്ളതാണ്. ഇത് എവിടുന്നാണ് പോകുന്നത് അത് നമുക്ക് നോക്കാം, വെച്ചോക്കാം. പിന്നെ ഇതൊക്കെയാണ് കണ്ടോളൂ, ഇൻറ്റീരിയർ കണ്ടോളൂ. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. മൊത്തത്തിലുള്ളൊരു റിവ്യൂ വീഡിയോ ആണ്. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി പറഞ്ഞുതരും. ഓക്കെ, ഡിക്കി മേടെ തുറന്ന് ജാക്കിയും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എവിടെ എൻ്റെ സുന? ഓക്കെ, ഇതാണ് നമ്മളെ, ഒരു തട്ടോ മുട്ടോ ആക്സിഡൻറ്റോ ഒന്നുമില്ല. അതാണ് ഞാൻ പറയുന്നത്, അത്ര അടിപൊളി വണ്ടി. അങ്ങനെ ജാക്കി ലിവർ, ജാക്കി, പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, വണ്ടി ഇതായി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടല്ലോ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഓക്കെ, ഇതൊക്കെ നിങ്ങളെ പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കരുതിയിട്ട് മാത്രമാണ് ഒറ്റക്ക് വന്നിട്ട്, നമ്മൾ ഒറ്റക്കാണല്ലോ, ഒറ്റക്ക് വന്നിട്ടും കേട്ടോ സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ ഒറ്റക്ക് വന്നിട്ട് നമ്മൾ ചെയ്യണെന്താ, നിങ്ങളെ പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ്. അത്രയും ഹൈലി റിസ്ക്കാണ്. എങ്ങനെ ഒറ്റക്ക് വന്നാണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യലൊക്കെ പറഞ്ഞാൽ ഹൈലി റിസ്ക് ഉള്ള ഏർപ്പാടാണ്. എന്നാലും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്, മനസ്സിലായോ? ഞാൻ പറയട്ടെ, ഇത് യൂസ് ചെയ്ത മനസ്സിലാണ് അത്രയും അടിപൊളി പക്കാ മനസ്സാണ് തോന്നുന്നത്. കാരണം അത്രയും നീറ്റിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആക്കുന്ന വണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, എൻജിൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അടിപൊളി വണ്ടി, അടിപൊളി വണ്ടിയാണ്, അടിപൊളി വണ്ടി. എനിക്ക് നല്ല ഇഷ്ടമായി, പേഴ്സണലി നല്ലോണം ഇഷ്ടമായി. അത്ര അപ്പോൾ റീപ്ലേസ്മെൻറ്റ്, കുറഞ്ഞ ഓട്ടം, കമ്പനി സർവീസ്, ഓട്ടോമാറ്റിക് വണ്ടി തപ്പി അടക്കണമെന്നുണ്ടെങ്കിൽ പോന്നോളി, കിഡിലും ക്രിസ്റ്റ വന്നിട്ടുണ്ട്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ്, കുറഞ്ഞ ഓട്ടം, കമ്പനി സർവീസ്, ഓട്ടോമാറ്റിക് വണ്ടി തപ്പി അടക്കണമെന്നുണ്ടെങ്കിൽ പോന്നോളി, കിഡിലും ക്രിസ്റ്റ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലേ ഞാൻ ഈ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് മാടെ പറയാം. ഇനിയൊന്നുമില്ല, ഇനി ഫ്യൂൽ അടിക്കുക, എയർ അടിക്കുക, ഭക്ഷണം കഴിക്കുക. ഭക്ഷണമൊന്നും കഴിച്ചില്ല, നേരെ വിടുക, ഒരു പരിപാടിയില്ല, നേരെ മൈസൂർ, ഗുണ്ടൽപേട്ട, ഗുഡല്ലൂർ, നിലമ്പൂർ. അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് ഫുള്ള് കാണുക. നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ല വണ്ടിയാണ്, ഞാൻ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ആണ് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് ഏകദേശം 131 കിലോമീറ്റർ ഞാൻ ഓടിച്ചു കഴിഞ്ഞു. നമ്മുടെ വലത്തെ ഭാഗത്ത് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയും, അതുപോലെ ഇടത്തെ ഭാഗത്ത് മൈസൂരിലെ തന്നെ പിന്നെ ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ പയാന മ്യൂസിയം കൂടെ, കാർ മ്യൂസിയമാണ്. നമ്മുടെ വണ്ടി കമ്പായപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൈഡാക്കിയതാ കേട്ടോ, കയറാനല്ല, ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പക്കാ ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് തന്നെ പറയാം. കാരണം വണ്ടി ഗ്ലാസ്സാണ് പൊന്തിച്ചിട്ട് ന്യൂട്രലല്ല, ഗിയർ അങ്ങനെ പോവുകയാണെങ്കിൽ സ്മൂത്ത്, അത്രയും സ്മൂത്ത്. കാരണം ഒരു ഒച്ചമ്പിളിയോ ഒരു ഒരമ്പലോ കാര്യങ്ങളോ ഒന്നുമില്ല. പറയുമ്പോൾ 17 ഇഞ്ചിൻ്റെ വീലും സെഡിൻ്റെ വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി സ്മൂത്തിൽ റണ്ണിങ് ആവുന്ന ഒരു വണ്ടിയാണ്. പക്ക കമ്പനി സർവീസ് പോയിൻ്റെ ഒരു ഉപകാരമാണ് കാണുന്നത്. 17 മോഡൽ G4 Plus 2.8 ഓട്ടോമാറ്റിക്. ഓക്കെ, പിന്നെ ഓടിക്കാനൊക്കെ പക്കയാണ്. ഏകദേശം 136 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു. നല്ല മൈലേജും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 136, 150 കിലോമീറ്റർ നമുക്ക് ഇനി നാട്ടിൽ ഓടാണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മൈസൂർ എത്തിയിട്ടുണ്ട്. ഇനി മിക്കവാറും ഭക്ഷണം കഴിക്കലുണ്ടാവില്ല, കാരണം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരു ബാഡാണ്. ഒറ്റയ്ക്കിങ്ങനെ ആദ്യം നമ്മൾ കഴിക്കൽ തന്നെ, ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ ബൈപ്പാസ് വഴി അങ്ങനെ കയറിപ്പോവും. അപ്പോൾ എന്തൊക്കെ വർത്തമാന വിശേഷങ്ങളൊക്കെ ഓക്കെ അല്ലേ? നല്ലൊരു വണ്ടി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ, കിട്ടില്ല വണ്ടി. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലൊരു വിളിക്കുക, നല്ല വണ്ടി കേട്ടോ, ധൈര്യമായിട്ട് കൊണ്ടുപോവാം. കാരണം 2024 1,30,000 വരെ കമ്പനി സർവീസ് ഉണ്ട്. 1:40 ഓടിയിട്ടുള്ള മീറ്ററിൽ. ഓക്കെ,
വേറെ പക്കയാണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്താ ചെയ്യേണ്ടത്, നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വണ്ടികൾ കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും കാറ്റലോഗ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്പർ നല്ല സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. അതിന് നമ്പർ നല്ല സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്പർ എടുത്തിട്ട് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ കാറ്റലോഗും ലൊക്കേഷനും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും എല്ലാം അപ്ഡേറ്റ് അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ കയറുക, റിക്വസ്റ്റ് ആണ്. അപ്പോൾ നല്ല നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ അതിൽ വരും. പിന്നെ മെയിനായിട്ട് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നേരെ വിടുകയാണ്, ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ എല്ലാ ടൈം പോലെ മൈസൂരെത്തിയിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്. അപ്പോൾ ശരി, ഇൻഷാല്ലാ ഇനി കാണാം, എവിടെയും വെച്ചിട്ടൊക്കെ കാണാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, നമുക്കൊരു റിലേഷൻ എങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ നല്ല നല്ല വണ്ടികൾ അതിലൊക്കെ നമ്മൾ ഇനിയും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇൻഷാല്ലാ.